നീണ്ട ഇടതൂർന്ന മുടി ഏതൊരു പെണ്ണും മോഹിക്കുന്ന ഒരു ഐറ്റമാണ് അല്ലേ. പ്രായഭേദമന്യേ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് നമ്മൾ പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കേശ സംരക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള മുടി ആയിരിക്കണമെന്നില്ല എന്നത് നമ്മൾ ഓർത്തു വച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. DNA പോലെ തന്നെ നമ്മുടെ മുടിക്കും ഓരോ തരത്തിലുള്ള സവിശേഷതകളുണ്ട്. പലരുടെ മുടി പലതരത്തിലായതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് യൂസ്ഫുള്ളായി കിട്ടണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ സംരക്ഷണത്തിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് വേണ്ടതൊരു ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ. റുട്ടീൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും വേണം. എത്ര ദിവസം, ആഴ്ചയിൽ എത്ര ദിവസം നമ്മൾ മുടി കഴുകണം, ഏതൊക്കെ ദിവസം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എപ്പോഴൊക്കെ നമ്മൾ ഷാമ്പൂസ് ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മളൊരു റുട്ടീനായിട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തലയിൽ കൊടുക്കേണ്ട മസാജ്, ഇതൊക്കെ നമ്മൾ ഒരു റുട്ടീൻ പോലെ നമ്മൾ തുടർന്ന് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ കെട്ടും ജടയെല്ലാം കളഞ്ഞതിന് ശേഷം തലയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ഉച്ചിയിൽ വെച്ച് കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത്. ഉച്ചിയിൽ വെച്ച് കെട്ടുക, അല്ല എങ്കിൽ പിന്നി ഇട്ടിട്ട് നമ്മൾ തുമ്പ് മടക്കി ഒരു ബണ്ണിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും നമ്മുടെ മുടിയെല്ലാം അഴിച്ചിട്ട് ഇവിടെ ആയിരിക്കും മിക്കവാറും വെച്ച് കെട്ടി കിടക്കുന്നത്. അത് അഴിച്ചിട്ടിട്ട് ജട ഒരിക്കൽ കൂടെ കളഞ്ഞതിന് ശേഷം തലയിൽ ഒരു 2-3 മിനിറ്റ് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ജോലി ചെയ്യും. ബാക്കി അങ്ങനെയാണ് ചെയ്യാറ്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട്, നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് ഒരു ചെറിയ അളവിൽ 1-2 തുള്ളി കയ്യിലെടുത്തിട്ട് അത് ഉപയോഗിച്ച് മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. പറ്റും എന്നുള്ളവർ മാത്രം ഓയിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ രീതിയിൽ കൈകൾ ഉപയോഗിച്ച്, അതായത് ഈ മാംസളമായ ഭാഗമില്ലേ അത് വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നഖം ഉപയോഗിച്ച് ഒരു കാരണവശാലും നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ മാംസളമായ ഭാഗങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുടിയുടെ മുകളിൽ കൊണ്ടുവച്ച് ഇങ്ങനെ മസാജ് ചെയ്യാതെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മുടെ വിരലുകൾ നമ്മൾ ഇതുപോലെ ഇറക്കി കൊണ്ടുപോയിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അടുത്ത് പറയുന്ന ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എല്ലാവർക്കും ഡൈജസ്റ്റ് ആകണമെന്നില്ല കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ തല കഴുകുന്നത്, കുളിക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്, തല കഴുകുന്നത് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രം നമ്മൾ തല കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഇടവിട്ട് കഴുകി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ അമിതമായിട്ട് മുടി കഴുകുന്നത് നമ്മുടെ മുടി ഡാമേജ് ആകാനും മുടി കൊഴിഞ്ഞു പോകാനെല്ലാം ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെയറിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ആഴ്ചയിൽ 1 ദിവസം മാത്രം നമ്മൾ ഹെയറിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പൊടിപടലങ്ങളും വേർപ്പും എല്ലാം കാരണം നമ്മുടെ മുടി അതായത് സ്കാൽപ്പിലെ സുഷിരങ്ങൾ പൊടിയെല്ലാം കയറിയിട്ട് അടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ അതായത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അമിതമായിട്ട് എണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് ആഴ്ചയിൽ 1 ദിവസം യൂസ് ചെയ്തിട്ട് നമുക്ക് മുടി നല്ല രീതിയിൽ കഴുകി കളയാൻ വേണം. ഹെയർ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഷാമ്പൂസ് ഉപയോഗിക്കുന്നവർക്ക് ഷാമ്പൂസ് ഉപയോഗിക്കുക. അതായത് പാരഫിൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് അല്ലെങ്കിൽ സൾഫേറ്റ് രഹിത എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ നമുക്ക് അതിൻ്റെ ബോട്ടിൽ തന്നെ എഴുതിയിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് മുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നമ്മുടെ നാടൻ താളികൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ മാക്സിമം നമ്മുടെ നാടൻ താളികൾ ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത് കേട്ടോ. ഷാമ്പൂസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, 1 മാസത്തിൽ 1 ദിവസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. തലയിൽ ധാരാളം എണ്ണ അപ്ലൈ ചെയ്യുന്ന, അതായത് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന തരത്തിലും തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്ന കുറേ പേരെ എനിക്ക് പേഴ്സണലി അറിയാം കേട്ടോ. ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. ആഴ്ചയിൽ 1 ദിവസം അപ്ലൈ ചെയ്യുക. അത് ഒരു 10-15 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം കഴുകിക്കളയുക. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഏത് ഷോർട്സ് ഇട്ടാലും മിക്കവാറും ഷോർട്സിൽ ഞാൻ ഓയിൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഷോർട്സ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. അവർക്ക് ഞാൻ അപ്പോൾ തന്നെ മറുപടി കൊടുക്കാറുമുണ്ട്. അവർ കണ്ടിട്ട് ഓക്കെ ചേച്ചി എന്ന് പറയാറുമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊന്ന് പറയാൻ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡാബർ ആംലയാണ് കേട്ടോ.
ഡാബർ ആംലയാണ് ഓയില്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ കേട്ടോ, നമ്മുടെ ഡാബർ ആംല. അതായത് സ്ട്രോങ്, ലോങ്ങർ, തിക്കർ ആയിട്ടുള്ള ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആംല ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണേ. അപ്പോൾ ഈ ഓയിലെന്ന് പറയുന്നത് ഞാൻ 6ാം ക്ലാസ് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ഓയിലാണ് കേട്ടോ. ഒരു ബോട്ടിൽ തീരാറായി. ഇത് നമ്മുടെ 275 ml ഒരു ബോട്ടിലാണ് കേട്ടോ. തീരാറായി, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇത് 150 ml അടുത്തത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. 6ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇടയ്ക്ക് കുറച്ച് സമയം ബ്രേക്ക് ആയിപ്പോയി, പിന്നെ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് നാച്ചുറലി ആയിട്ടുള്ള ഇതാണ് കേട്ടോ, ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. എനിക്കിത് നല്ല, അതായത് മുടി കൊഴിച്ചിലെല്ലാം നല്ല കൺട്രോളായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഡാബർ ആംല. പേഴ്സണലി ആയിട്ടായാലും വിളിച്ച് ചോദിക്കുന്നവരോട് ഞാൻ ഇത് പറയാറുണ്ട്. ഇത് നമ്മൾ കുറച്ചൊന്ന് കയ്യിലെടുക്കുമ്പോൾ തന്നെ തറയിൽ പോയതാണ് കേട്ടോ. കുറച്ചെന്താ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു പച്ച കളറാണ് കേട്ടോ. ഇതാ പച്ച കളറാണ് കേട്ടോ. ഇതിൻ്റെ മണമെന്ന് പറയുന്നത് സൂപ്പർ മണം, നല്ല മണമാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഞാൻ ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തലയിൽ തേച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ പ്രശാന്തി എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ. മലയാളം ആ സമയത്ത് മലയാളമാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ എന്നോട് ചോദിക്കുമായിരുന്നു ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും നമ്മൾ കുഞ്ഞല്ലേ, നമുക്കറിയത്തില്ല ഏത് ഓയിലാണെന്ന്. ഞാൻ പിന്നെ അമ്മയോട് ചെന്ന് ചോദിച്ചിട്ട് ഓയിലിൻ്റെ പേര് ചെന്ന് പറഞ്ഞു കൊടുത്തു. ടീച്ചർ ഉപയോഗിച്ച് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പം എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ ഡാബർ ആംലയാണ്, നല്ല ഓയിലാണ്. എനിക്കെന്തായാലും ഇത് ബെനിഫിറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഒന്ന് മേടിച്ച് ഒരു 2-3 മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ഉണ്ടോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓയിൽ ചെയ്യുന്ന ദിവസം തന്നെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ ഷാമ്പൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷണർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, മുടിയുടെ ഇത്രയും ഭാഗം വിട്ടിട്ട് ബാക്കി ഭാഗത്തേക്കാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ചെയ്ത ഉടനെ, അതായത് ഷാമ്പു ചെയ്ത് കഴുകി കളയില്ല, ആ സമയത്ത് നമ്മൾ മുടിയിലെ വെള്ളമെല്ലാം നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. മുടിയിലെ നനവെല്ലാം ഒരു 90% പോയതിനു ശേഷം മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എന്താ പറയുക, ചിലർ പിഴിയും, നമ്മുടെ മുടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പിഴിയും. അപ്പോഴത്തേക്ക് കുറച്ച് ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ പിഴിയരുത്. നമ്മുടെ മുടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് അതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളയാവുന്നതാണ്. അതിനുശേഷം മാത്രം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം കുറച്ച് നമ്മൾ നേരത്തെ കാണിച്ച എണ്ണ കുറച്ച് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മിനുസം കണ്ടോ, നമ്മുടെ മുടിയുടെ നല്ല മിനുസവും കിട്ടും കേട്ടോ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പൂസ് ഉപയോഗിക്കുമ്പോൾ കൂടുതലും പുരുഷന്മാരാണ് ഡയറക്റ്റ് ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ കുറച്ച് വെള്ളം മഗ്ഗിലെടുത്തിട്ട് അതിലേക്ക് 1-2 തുള്ളി ഷാമ്പൂസ് ഇട്ടിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് നല്ല വൃത്തിയായി കഴുകാവുന്നതാണ് കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു കാരണവശാലും. ഷാമ്പൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടീഷണർ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് സമയം കളയുന്നതിനും പകരം നമ്മൾ നാച്ചുറലായിട്ടുള്ള താളീസ് ഉപയോഗിക്കുന്നതിലേ നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റമാണ്. അതാവുമ്പോൾ ഒന്നും പേടിക്കേണ്ട, മുടി കൊഴിയുമെന്നോ മുടി പൊട്ടിപ്പോകുമെന്നോ ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകാവുന്നതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ധാരാളം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെമ്പരത്തി പൂവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ താളികൾ ഉണ്ടാക്കുന്ന രീതി, നമ്മുടെ പൂ ഉപയോഗിച്ചിട്ടുള്ള രീതി എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും വേണം. നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പൂസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി ഡ്രൈ ആയി പോകും. ആ ഡ്രൈനെസ് ഒന്ന് മാറി നമ്മുടെ മോയ്സ്ചർ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മിക്ക ആൾക്കാരും ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ, നമ്മൾ മുടി കുളിച്ചതിന് ശേഷം തുടയ്ക്കുന്നത്.
തോർത്ത് ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചടിച്ചിട്ട് തുടയ്ക്കാറുണ്ട്. അങ്ങനെ അടിച്ച് തുടച്ചാലും നമ്മുടെ മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് പെട്ടെന്ന് വരാനും ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ചെറുതായിട്ടെന്ന് പറയുമ്പോൾ അമിതമായിട്ട് പ്രസ് ചെയ്യാതെ തുടച്ചതിന് ശേഷം നമ്മുടെ നോർമൽ കാറ്റിലും നമ്മുടെ സൂര്യപ്രകാശത്തിലൊക്കെ വെച്ചിട്ട് മുടി ഉണക്കിയെടുക്കാൻ നോക്കുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ കുളിച്ചതിന് ശേഷം ചില ആൾക്കാരുണ്ട് മുടി തോർത്ത് ഉപയോഗിച്ച് കെട്ടിവെക്കും, കുറച്ചൊരു 2-3 മണിക്കൂർ കെട്ടിവെച്ചിരിക്കും. അങ്ങനെ കെട്ടിവെക്കാനും പാടില്ല കേട്ടോ. അത് നമ്മുടെ മുടി ഡാമേജ് ആകാനുള്ള ചാൻസസ് കൂട്ടുകയുള്ളതുകൊണ്ട് ഒരു കാരണവശാലും കുളിച്ചിട്ട് നമ്മൾ മുടി തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് നനഞ്ഞ മുടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് അങ്ങനെ കെട്ടിവെച്ചാൽ ജലദോഷം വരാനും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് പറയുന്ന, അതായത് ഞാൻ എൻ്റെ ഹെയർ കെയറിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണേ. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനായാലും മുടിക്കായാലും നല്ലൊരു റിസൾട്ടാണ് തരുന്നത്. അതായത് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ മോയ്സ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഒരു 7 പറഞ്ഞാണ്, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 കാര്യങ്ങൾ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.